ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാരി ചോദിക്കുന്നുണ്ട് രാഹുലിന് അരികിൽ വന്നിട്ട്, എന്തിനാ ഈ താര എന്ന് പറഞ്ഞ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ മോൾ അവളുടെ മോളാന്ന് പറയുന്നത്? സംശയത്തോടു കൂടി തന്നെയാണ് ഷാരി ചോദിക്കുന്നത്. അപ്പൊ രാഹുൽ ഒന്ന് പരിങ്ങിയിട്ട് പറയുന്നുണ്ട്, അവൾക്ക് വട്ടാ, അവള് പറയുന്നതൊന്നും നീ കാര്യാക്കണ്ട. അപ്പൊ ഷാരി അർത്ഥം വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അവൾക്ക് സംസാരശേഷിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ രാഹുൽ പറയാണ്, അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് ചന്ദ്രസേനനും കിരണും ഒക്കെ കൂടെയാ. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഗതി മാറ്റി വിടണം. അപ്പൊ ഷാരി ചോദിക്കുന്നുണ്ട്, അവള് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഗതി മാറ്റി വിടാൻ പറ്റുമോ? അപ്പോ ഞാൻ പറയുന്നത് കള്ളമാണെന്നാണോ നീ പറയുന്നത്? കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വഞ്ചിക്കപ്പെട്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പൊ രാഹുൽ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എല്ലാ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരവായിട്ട് ഞാൻ വരുന്നുണ്ട്. നാളെ ഒന്ന് കഴിയട്ടെ, അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ട്. അപ്പം രാഹുൽ ചോദിക്കുക, നാളെ എന്താ പ്രത്യേകത? അപ്പം ഷാരി പറയാ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു ദിവസമാണ് നാളെ. നാളെ മുതൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടാനാണ് സാധ്യത. അപ്പം രാഹുൽ പറയുന്നുണ്ട്, ഒരു 2 പതിറ്റാണ്ടിന് മുകളിൽ ഭാര്യയുടെ സ്നേഹം കിട്ടാതെ നടന്നവനാ ചന്ദ്രസേനൻ. അവനിപ്പോ കള്ളങ്ങൾ പറഞ്ഞ് രൂപയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിരിക്കുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോ അവൻ ഉണ്ടാക്കുന്ന കെണിയിൽ നമ്മൾ വീഴാൻ പാടില്ല. താര പറയുന്നതാണ് സത്യമെന്നൊക്കെ പറയാൻ ശ്രമിക്കും ചന്ദ്രസേനനും അവന്റെ മോനും കൂടി. അവിടെ എനിക്കൊപ്പം നീ പിടിച്ചു നിന്നേ പറ്റൂ ഷാരി. അപ്പൊ ഷാരി ചോദിക്കുന്നുണ്ട്, അത് തന്നെയല്ലേ ഇത്രയും കാലം ചെയ്തോണ്ടിരുന്നത്? ഇനി അതിൽ മാറ്റമൊന്നുമില്ല. ചിലപ്പോ പഴയതിനേക്കാളും അധികം സ്നേഹിച്ചെന്നും വരും. നമ്മൾ പരസ്പരം ധാരണയോടെ മുന്നോട്ട് പോകണം. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പാണ് ഷാരി, ഈ ചന്ദ്രസേനൻ അധിക നാളില്ല. അവനെ മിക്കവാറും രൂപ തന്നെ കൊല്ലും. അതിന് മറുപടിയൊന്നും പറയാതെ ഷാരി അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം കിരണ് പറഞ്ഞ വാക്കുകളാണ് ഷാരിയുടെ മനസ്സിലൂടെ വരുന്നത്. അമ്മയ്ക്ക് ബോധ്യമായി, അങ്കിള് പറഞ്ഞതെല്ലാം കല്ല് വെച്ച നുണയാണെന്ന്. സരയു എൻ്റെ അച്ഛൻ്റെ മകളല്ല എന്നും അങ്കിളുടെ മകളാണെന്നും തിരിച്ചറിഞ്ഞു. അതിനൊപ്പം തന്നെ അറിഞ്ഞ കാര്യമാ അവളുടെ അമ്മ താരാൻ്റിയാണെന്ന്. നാളത്തെ ആ ഒരു റിപ്പോർട്ട് എന്തായിരിക്കും എന്നോർത്ത് ഉരുകിക്കൊണ്ടാണ് ഷാരി നിൽക്കുന്നത്. വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് സോണിയും ആൽബിയും കൂടെ വന്നിട്ടുള്ളത്. അവരെ കണ്ടപ്പോൾ തന്നെ വിക്രത്തിന്റെ മുഖം വാടുകയാണ്. ഇവരായിരുന്നോ വിസിറ്റേഴ്സ് എന്നൊരർത്ഥത്തിൽ. അപ്പം അടുത്തെത്തിയ സമയത്ത് സോണി പറയുന്നുണ്ട്, ഇന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നതിന് മുന്നേ നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി. അപ്പം ആൽബി പറയാ, പല രീതിയിൽ നീ കല്യാണം മുടക്കാൻ നോക്കി, അത് നടക്കാതെ വന്നപ്പോ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ മോഷണത്തിന് കയറി. അപ്പൊ സോണി പറയുന്നുണ്ട്, ഇവൻ വെറുതെ മോഷ്ടിക്കാൻ മാത്രം വന്നതല്ല, ഇവന്റെ എല്ലാ വൃത്തികേടുകളും മനസ്സിലാക്കിയിട്ട് ആൽബിയേട്ടൻ എന്നെ ഏറ്റെടുത്തപ്പോ അതിവന് സഹിച്ചില്ല. കൊല്ലാൻ തന്നെയാ നോക്കിയത്, എന്നെ വിധവയാക്കാനാ നോക്കിയത്. വിക്രം ഒന്നും പറയാതെ കേട്ടു നിൽക്കുകയാണ്. പക്ഷെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആൽബി പറയാണ്, എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? ദേ ഇപ്പൊ നീ കാരണം അറ്റാക്ക് വന്നൊരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അയാളുടെ ചികിത്സയ്ക്ക് പണമില്ലാത്തത് കാരണം എല്ലാവരുടെയും മുന്നിൽ പോയി നിന്ന് കൈ നീട്ടുവാ നിന്റെ അമ്മൂമ്മ. നല്ല തണ്ടും തടിമിടുക്കും ഉണ്ടല്ലോടാ. ഈ സമയത്ത് വയസ്സായ അച്ഛനെ അമ്മൂമ്മയൊക്കെ നോക്കുന്നതിന് പകരം എന്തിനാടാ അന്യന്റെ മുതൽ പിടിച്ചു പറിക്കാൻ നടക്കുന്നത്? ആൽബിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അത് കേട്ടതും വിക്രം ലാസ്റ്റ് പ്രതികരിക്കുകയാണ്, നിങ്ങൾ രണ്ടാളാ എന്നെ കാണാൻ വന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അപ്പൊ സോണി പറയുന്നുണ്ട്, നീ വന്നില്ലെങ്കിൽ നിന്നെ വരുത്താൻ ഞങ്ങൾക്കറിയാം. നിന്നെ കാണാനാണ് ഞങ്ങൾ വന്നതെങ്കിൽ നിന്നെ കണ്ടിട്ടേ പോവൂ. അപ്പൊ വിക്രം ചോദിക്കുക, ഇനി എന്തിനാ എന്നെ കാണുന്നത്? ദേ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, എന്റെ മുന്നിലേക്ക് നീ ഒന്നും വരേണ്ട കാര്യവുമില്ല. അപ്പൊ ആൽബി പറയുന്നുണ്ട്, ഞങ്ങൾ വന്നതല്ലടാ, നീ വരുത്തിയതാ. ഇപ്പൊ തന്നെ നീ പറഞ്ഞല്ലോ നീയും സോണിയും തമ്മിലായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. പിന്നെ എന്തിനാ മോഷ്ടിക്കാൻ വേണ്ടി നീ ഞങ്ങളുടെ വീട് തന്നെ സെലക്ട് ചെയ്തത്? അത് വിക്രത്തിന്റെ തലതാഴ്ത്താണെങ്കിലും മറുപടി പറയാതിരിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, ഇതിനൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല, നിങ്ങളെ പാട് നോക്കിപ്പോ. അപ്പൊ സോണി പറയാ, എന്തായാലും നീ ഒരു ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലോ. ഇനി എന്നെയോ എൻ്റെ കുടുംബത്തിലുള്ളവരെയോ ദ്രോഹിച്ചാൽ എൻ്റെ അച്ഛനെയും കിരണേട്ടനെയും നിനക്കറിയാലോ, അവരുടെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം, അത് ഓർത്തു വെച്ചോ നീ എന്നും പറഞ്ഞുകൊണ്ട് സോണി വെറുപ്പോടെ അവിടുന്ന് പോവാണ്. അതിനുശേഷം ആൽബിയും പറയുന്നുണ്ട്, മാന്യമായി ജീവിക്കാൻ വയ്യെങ്കിൽ പോയി തൂങ്ങി ചാവടാ. രണ്ടുപേരും പോയതിനു ശേഷം വിക്രം വിചാരിക്കുക, ഇനി ഞാൻ ക്രിമിനലാ, പക്ക ക്രിമിനല്. എന്തായാലും ജയിൽ പുള്ളി എന്നുള്ള പേരായി, ഇനി നന്നായിട്ട് പുണ്യാളനായിട്ടൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ദിവസത്തിന് വേണ്ടി പുഞ്ചിരിയോടെ കാത്തു നിൽക്കുകയാണ് വിക്രം. ഷാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തകർന്നു നിൽക്കുകയാണ്. ഇന്നാണ് റിസൾട്ട് അറിയുന്ന ദിവസം. ഡോക്ടറെയും കാത്ത് വഴിയിൽ ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു. അവസാനം ഡോക്ടർ വരികയാണ്. പക്ഷെ ഡോക്ടർ വരുന്ന ആ ഒരു നിമിഷം വരെ ഷാരി ഇങ്ങനെ പ്രതീക്ഷ കൈവിടാതെ കാത്തു നിൽക്കുകയാണ്. താരയുടെ മകളല്ല എന്ന് പറയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്.
അവസാനം ഡോക്ടർ വന്നപ്പം അദ്ദേഹം നേരെ തന്നെ പറയുന്ന കാര്യം ഇപ്പോഴാണ് ശരിയായ ആളുകളുടെ മുടിയുടെ നാരുകൾ കൊണ്ടുവന്നത്. വിറച്ച ശബ്ദത്തോടു കൂടി ഷാരി ചോദിക്കുകയാണ്, എന്ന് വെച്ചാ ഇപ്പോൾ ആരുടെ മുടിയുടെ നാരാണോ നിങ്ങൾ കൊണ്ടുവന്നത് അതാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും. ശരിക്കും ഷാരി തകർന്നു പോയൊരു നിമിഷം തന്നെയായിരുന്നു അത്. കാരണം എന്താണോ കേൾക്കരുത് എന്ന് വിചാരിച്ച് വന്നത് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഷാരി അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ അപ്സെറ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആ കുട്ടിയുടെ അമ്മയാവണം എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇപ്പോൾ ദേ അന്യരാണ് അവകാശികൾ എന്ന് തെളിയുകയും ചെയ്തു. പക്ഷെ ഇതൊക്കെ ഷാരി കേൾക്കുന്നത് ഹൃദയത്തിൽ കുത്തിയിറക്കുന്ന ഒരു മുള്ളിന്റെ വേദന കൊണ്ടാണ്. കാരണം ഒരിക്കലും പറയാൻ പറ്റില്ല, ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അത് തൻ്റെ തന്നെ ജീവിതമാണെന്ന് അയാളോട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവരൊരു പക്ഷേ കുഞ്ഞിനെ തേടിയിട്ട് വന്നിട്ടുണ്ടാവാം. അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പം അയാളുടെ മുന്നിൽ നിന്ന് കരയാൻ പറ്റാത്തത് കാരണം അയാളെ ഹൈഡ് ചെയ്തിട്ട് വേഗം മാറുകയാണ് ഷാരി. അവർക്ക് സ്വയം നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അവർ മെല്ലെ മെല്ലെ നടന്നു പോയിട്ട് കാറിന് പിടിച്ചിട്ട് സ്റ്റാൻഡ് ചെയ്യുകയാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. കണ്ണെന്നാണെങ്കിൽ അവർ പോലും അറിയാതെ കണ്ണീരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ. അവസാനം വിതുമ്പി കരഞ്ഞുകൊണ്ട് തന്നെ ഷാരി ചോദിക്കുകയാണ്, സർ ശരിക്കും നോക്കിയായിരുന്നോ? അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കാതെ ആരെങ്കിലും റിപ്പോർട്ട് പറയുമോ? ഇതിന്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത്തരം കേസുകൾ ഒരു തവണയല്ല 1-ൽ കൂടുതൽ തവണ പരിശോധിക്കും. ഇനി എത്ര തവണ നോക്കിയാലും എവിടെ പോയി നോക്കിയാലും ഈ റിസൾട്ടിൽ ഒരു മാറ്റവും വരില്ല, അയാൾ അടിയുറച്ച് പറയാണ്. പക്ഷെ ഷാരി അത് കേൾക്കും തോറും സ്വയം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും നമ്മൾ ശത്രുവിന് പോലും അങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഷാരി ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇത്രയും കാലം സ്വന്തം മകളായിട്ട് പോറ്റി വളർത്തിയ കുട്ടി സ്വന്തം അല്ല എന്ന് അറിയുമ്പോൾ ഒരു അമ്മയുടെ വികാരം. അവസാനം സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ അറിയാതെ വാപൊത്തി കരഞ്ഞു പോവാണ്, അദ്ദേഹം മുന്നിലുണ്ടെന്ന് കൂടെ ചിന്തിക്കാതെ. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? ഒന്നുമില്ല സർ, പെട്ടെന്ന് തന്നെ കണ്ണീര് തുടച്ചുകൊണ്ട് ഷാരി പറയാണ്. അപ്പം അയാൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചത് അത് നിങ്ങളുടെ മകളാണോ എന്ന്. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. ഷാരിയുടെ ഭാവങ്ങൾ കാണുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ണീര് നിയന്ത്രിച്ചുകൊണ്ട് ഷാരി പറയാൻ ശ്രമിക്കുകയാണ്, അങ്ങനെയൊന്നും ഇല്ല സർ. പക്ഷെ എത്ര നിയന്ത്രിച്ചിട്ടും ഷാരി പോലും അറിയാതെ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരി എനിക്കേറെ പ്രിയപ്പെട്ടവളാ. അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് ഓർത്തപ്പോൾ ഷാരിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇനി കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ? അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ഷാരി പറയാ, ഒന്നും പറയാൻ പറ്റത്തില്ല സർ. കുഞ്ഞിന് ഇതൊന്നും അറിയില്ല, അതുകൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലെന്നാ തോന്നുന്നത്. എന്നാ എല്ലാം മൂടി വെക്കുന്നതാ നല്ലത്, അയാളും പറയുന്നുണ്ട്. പക്ഷെ കരഞ്ഞോണ്ട് ഷാരി പറയാ, പക്ഷേ ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്നവള് വർഷങ്ങൾക്ക് ശേഷം കയറി വന്നിരിക്കുക, കുഞ്ഞിൻ്റെ അവകാശവും പറഞ്ഞ്. അപ്പം അയാൾ പറയുന്നുണ്ട്, മാഡം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ അന്വേഷിച്ച് വന്നാൽ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും, അതാണ് നിയമം. അത് കേട്ടപ്പോൾ ഷാരി ഒന്നുകൂടെ ഞെട്ടുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, കോടതി എപ്പോഴും കുഞ്ഞിൻ്റെ അമ്മയ്ക്കൊപ്പം മാത്രമേ നിൽക്കൂ. അവർ കുഞ്ഞിനെ കളയാനുണ്ടായ സാഹചര്യം വേറെ കാര്യം, എങ്കിലും സ്വന്തം അമ്മയ്ക്ക് കുഞ്ഞിനെ വളർത്താനുള്ള അവകാശമുണ്ട്. അപ്പം കരഞ്ഞുകൊണ്ട് ഷാരി ചോദിക്കുകയാണ്, പക്ഷേ ആ കുഞ്ഞിന് അവരെ ഇഷ്ടമല്ല സർ. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ? അതെ സർ. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ കോടതി മോൾക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സംഭവങ്ങൾ അത്യപൂർവമാണ്. പിന്നെ ഈ മകളെ അമ്മ കണ്ടിരുന്നോ? അപ്പോൾ ഷാരി പറയുന്നുണ്ട്, 1-2 തവണ കണ്ടിട്ടുണ്ട്. എന്നിട്ടെൻ്റെ മോള് പെട്ടെന്ന് നാക്ക് പഴിച്ചുപോയി. അല്ല, കൂട്ടുകാരിയുടെ മോള് ആ സമയത്ത് അവരെ ആട്ടി വിടുക ചെയ്തത്. ഒക്കെ വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് ഷാരി സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേസ് കോടതിയിൽ പോയാലും വിധി അനുകൂലമാവാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും എല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ കാര്യങ്ങളൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാത്തതാണ് നല്ലത്, അയാളൊരു ഉപദേശം കൊടുക്കുകയാണ്. അതിനുശേഷം അയാൾ യാത്ര പറഞ്ഞു പോവുകയാണ്. അയാളെ യാത്രയാക്കിയതിനു ശേഷം ഷാരി പൊട്ടി കരയാണ്. അയാൾക്ക് മുന്നിൽ പിടിച്ചു വെച്ച ആ കണ്ണീര് അത്രയും അവർ പൊട്ടി കരഞ്ഞു തീർക്കുകയാണ്. അതിനുശേഷമാണ് കാറിൽ കയറുന്നത്. കാറിൽ കയറിയപ്പോഴും അവർക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് കിരണിന്റെ വാക്കുകളാണ്. അതെ, നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ കുഞ്ഞ് അപ്പോൾ തന്നെ മരിച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് നിങ്ങളുടെ അരികിൽ മറ്റൊരു കുഞ്ഞിനെ കൊണ്ടുവച്ചത്. അതിനുശേഷം സ്ഥലകാല ബോധമില്ലാത്തതുപോലെ കാറിൽ ഇരുന്നുകൊണ്ട് അവർ പൊട്ടിത്തെറിക്കുകയാണ്. എടാ രാഹുലേ, ഡാ എന്നൊക്കെ പറഞ്ഞ് അലറുന്ന ശബ്ദം കേട്ടപ്പം ഡ്രൈവർ തിരിഞ്ഞു ചോദിക്കുന്നുണ്ട്, എന്താ മാഡം? അപ്പോഴാണ് അവർക്ക് താൻ കാറിലാണെന്നും മുന്നിൽ ഡ്രൈവർ ഉണ്ട് എന്നുള്ളതൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അയാളോട് ചൂടാവുകയാണ്. ഒന്നുമില്ല, നേരെ നോക്കി വണ്ടി ഓടിക്ക്.
അതിനുശേഷം അയാളുടെ അടുത്ത് വെള്ളം വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അത്രത്തോളം ഒരു എന്താ പറയുക ശാരീരിക അസ്വസ്ഥത ഫീൽ ചെയ്യാണ്. അതിനുശേഷം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവനെ വെറുതെ വിടില്ല, കൊല്ലും ഞാൻ അവനെ. വീണ്ടും ആർത്തലച്ച് അവർ കരയാണ്. തൻ്റെ മാതൃത്വം നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു സങ്കടവും ഇത്രകാലം താൻ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ആ ഒരു സങ്കടവും ഒക്കെ അവരുടെ കണ്ണീരിലുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ വീണ്ടും അയാളോട് ചൂടാവുകയാണ്. വേണ്ട, ഒന്നുമില്ല, വണ്ടി വിടടോ. പക്ഷെ നേരെ പോയത് കിരണിനെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം കിരൺ അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അഹങ്കാരത്തോടെ നടന്നു വരുന്ന ഷാരിയെ പ്രതീക്ഷിച്ച കിരണിൻ്റെ മുന്നിലേക്ക് ഒരു സാധാരണ അമ്മയായിട്ട്, അല്ലെങ്കിൽ മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയായിട്ട്, ഒരു സാധാരണക്കാരിയായിട്ടാണ് ഷാരി നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവരൊന്നും മിണ്ടാതെ അടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പഴയ ദേഷ്യമൊന്നും ഇല്ലല്ലോ? പക്ഷെ അവർ വിതുമ്പി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കിരൺ അപ്പം തലതാഴ്ത്തി അവരെ നോക്കുന്നുണ്ട്. അപ്പം ഒരു സാധാരണ സ്ത്രീയായിട്ട് കിരണിൻ്റെ മുന്നിൽ കൈയൊക്കെ വെച്ച് തൊഴുതിട്ട് നിൽക്കുകയാണ് അവർ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് എന്ന രൂപത്തിൽ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ കിരണിന് വല്ലായ്മ തോന്നുകയാണ്. കാരണം അത്രയേറെ ഒരു കാലത്ത് അവരെയൊക്കെ സ്നേഹിച്ചതാണ്. ആ സമയത്ത് അവരങ്ങനെ പൊട്ടിക്കരയുന്ന കണ്ടപ്പോൾ കിരണിന് എന്തോ ഒരു വിഷമം തോന്നുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, അല്ല, ഇത്രയേറെ എൻ്റെ ആൻറ്റി താഴത്തേക്ക് പോകാനുള്ള കാരണം എന്താ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അത് തെളിഞ്ഞു അല്ലേ? കുറേ നേരം പൊട്ടിക്കരഞ്ഞതിന് ശേഷം അവർ മാപ്പ് പോലെ പറയാണ്. പിന്നെ ഞാൻ കണ്ട ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥ എലിസബത്ത് മോനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടതുകൊണ്ടാ ഞാനൊന്നും സംസാരിക്കാതിരുന്നത്. അപ്പോൾ കിരണിന് മനസ്സിലാവില്ല. കിരൺ ചോദിക്കും, ഏത് എലിസബത്ത്? അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഫോറൻസിക് ലാബിലെ എലിസബത്ത്. ഓ, അവരോ? അവരുടെ വീട് ഞാനൊന്ന് പുതുക്കി പണിയുന്നുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് അവരെന്നെ കണ്ടായിരുന്നു. ഓ, അത് ശരി. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ആൻറ്റി കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അതിനുശേഷം എലിസബത്ത് എന്നെ കണ്ടതും റിസൾട്ട് പറഞ്ഞതും. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ്ടും കിരണിൻ്റെ നേരെ കൂപ്പ് കൈയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ വിശ്വസിക്കാനുള്ള കാരണം? അപ്പോൾ അവർ പറയാണ്, ഞാൻ വേറൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു, അയാളും അതുതന്നെ പറഞ്ഞു. പൊട്ടിക്കരയാണ് ഷാരി. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഇനി നടന്ന സംഭവങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. അതിനുശേഷം ഷാരി പ്രസവിച്ച് കിടന്നതും കുഞ്ഞ് നഷ്ടപ്പെട്ടതും ബോധമില്ലാതായതും അതിനുശേഷം കുമാരൻ മുഖേന രാഹുൽ കുഞ്ഞിനെ മാറ്റിയതും ഒക്കെ ഷാരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻറ്റിക്ക് ബോധം മറഞ്ഞ സമയത്ത് മരണപ്പെട്ട കുഞ്ഞിനെ മാറ്റിയിട്ട് പകരം കൊണ്ടുവച്ചതാ താരാൻറ്റിയുടെ കുഞ്ഞിനെ. അതൊക്കെ കേൾക്കുമ്പോൾ ഷാരി പൊട്ടി കരയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതൊരു ദൈവനിയോഗമായിരുന്നു. ബ്രോക്കർ കുമാരൻ കുഞ്ഞിനെ കൊടുക്കുന്ന സമയത്ത് അങ്കിളിന് പോലും അറിയില്ലായിരുന്നു അത് താരാൻറ്റിയുടെ കുഞ്ഞാണെന്നും. എന്നാൽ താരാൻറ്റി പ്രസവിച്ച സമയത്ത് അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവരുടെ ബന്ധുക്കൾ കുമാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഈ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഷാരി പൊട്ടി കരയാണ്. അതറിയാതെയാ താരാൻറ്റിയുടെ കുഞ്ഞിനെ ആൻറ്റിയുടെ അടുത്തേക്ക് അങ്കിള് വെച്ചത്. ബോധം തെളിഞ്ഞപ്പോൾ അത് സ്വന്തം കുഞ്ഞാണെന്ന് ആൻറ്റി കരുതി. ഇനിയിപ്പോൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദുഷ്ടനായ ഒരാൾക്കൊപ്പം നിന്ന് ഒരുപാട് കാലം നിങ്ങൾ ഒരുപാട് പേര് ദ്രോഹിച്ചു. അതിന് കിട്ടിയ തിരിച്ചടിയാണിത്, ശിക്ഷയാണിതൊക്കെ. അത് കേട്ടപ്പോൾ ഷാരി പെട്ടെന്ന് തൊഴുതുകൊണ്ട് വീണ്ടും പറയാണ്, എൻ്റെ മോനെ, ഞാനല്ല അവളുടെ അമ്മ എന്ന് അവൾ ഒരിക്കലും അറിയരുത്. ഇനിയിപ്പോൾ താരയാണ് അവളുടെ അമ്മ എന്ന് അറിഞ്ഞാലും അവൾ ചിലപ്പോൾ അത് അംഗീകരിക്കില്ല. പകരം എൻ്റെ മോൾ മരിച്ചു കളയും. അത് ഏകദേശം കിരണിനും അറിയാവുന്ന കാര്യമായതുകൊണ്ട് അവൻ വാക്ക് കൊടുക്കുകയാണ്. ഒരു വാക്ക് തന്നാൽ ഞാൻ പാലിച്ചിരിക്കും. ഒരിക്കലും എൻ്റെ നാവിൽ നിന്നോ എനിക്കറിയാവുന്നവരുടെ നാവിൽ നിന്നോ സരി ഇക്കാര്യം അറിയില്ല. പകരം ആൻറ്റി ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരണം. ഒരിക്കലും ഞാനും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഒന്നിച്ചു എന്നുള്ളത് സത്യമാണെന്നുള്ളത് ഒരിക്കലും അങ്കിളിനെയോ അല്ലെങ്കിൽ ആൻറ്റിയുടെ മോളെയോ അറിയിക്കാൻ പാടില്ല. അതൊക്കെ കേൾക്കുകയാണെങ്കിൽ ഷാരി ഒന്നും തിരിച്ച് പറയുന്നില്ല. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നിങ്ങളുടെ രഹസ്യം ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. അതിന് പകരം നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട പ്രത്യുപകാരമാണിത്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഛേദമൊന്നും ഇല്ലാത്തൊരു ഉപകാരമല്ലേ, ഞാൻ ചെയ്തോളാം. അത് കേട്ടപ്പോൾ കിരൺ പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങളുടെ ഈ രഹസ്യം മൂടി വയ്ക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. ഷാരി പക്ഷെ ശരിക്കും തളർന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ സങ്കടത്തോടെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു ദുരന്താ. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ശാപമാ എൻ്റെ അങ്കിൾ എന്ന് പറയുന്ന ആ അവതാരം. അത് ഷാരിയും അംഗീകരിക്കുന്നുണ്ട്. അയാളെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയത് നിങ്ങളുടെ നല്ല കാലാണെന്ന് നിങ്ങൾ ഓർത്തോ? അപ്പോൾ ഷാരി പറയുന്നുണ്ട്, അയാളെ ഞാൻ വെറുതെ വിടില്ല, കൊല്ലും ഞാൻ അയാളെ. അപ്പോൾ കിരൺ പറഞ്ഞു കൊടുക്കുകയാണ്, വെറുതെ ഒരു ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്തെങ്കിലും എടുത്തു ചാടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, അയാളെ പോലുള്ളവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. നിൻ്റെ അച്ഛനും താരയുമാണ് ബന്ധമെന്ന് പറഞ്ഞ് ഇത്രയും വർഷം നിൻ്റെ അമ്മയെയും നിൻ്റെ അച്ഛനെയും തമ്മിൽ അകറ്റി, രൂപയെയും ചന്ദ്രസേനനെയും തമ്മിൽ അകറ്റിയില്ലേ, അവരുടെ ജീവിതം ഇല്ലാതാക്കിയില്ലേ, നാണം കെട്ടവൻ. കരഞ്ഞുകൊണ്ട് ഷാരി പറയാണ്. അപ്പോൾ ഏകദേശം കിരണിന് മനസ്സിലായി ആൻറ്റി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നും അവരൊരു സാധാരണ സ്ത്രീയായെന്നും.
അതിനുശേഷം തകർന്ന മനസ്സോടെ കിരണിൻ്റെ അടുത്തുനിന്ന് അവർ പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.